ടൗണിൽ നിന്ന് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വാർത്ത അറിയിക്കുവാനായിട്ടാണ് ഈ വീഡിയോ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് കേപ്പ് ടൗണിലാണ്. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണ് മഹാജൂബിലിയുടെ സമാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഡയസിസിൽ യൂക്കറിസ്റ്റി പ്രൊസഷൻ അഥവാ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തപ്പെടുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സന്യാസ വൈദികരുണ്ട്, രൂപത വൈദികരുണ്ട്, അതുപോലെ തന്നെ സന്യാസിനികളുണ്ട്. ധാരാളം ആളുകൾ. വളരെ ചൂടാണ്, പക്ഷേ ഈ ചൂടിനൊന്നും വകവയ്ക്കാതെ ഈശോയോടുള്ള വളരെ സ്നേഹത്തെ പ്രതി, ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്ററാണ് ദിവ്യകാരുണ്യം വഹിച്ചുകൊണ്ട് പോവുക. ഡിസ്ട്രിക്ട് 6 എന്ന് പറയുന്ന ഹോളി ക്രോസ് പള്ളിയിൽ നിന്ന് കത്തീഡ്രൽ പള്ളിയിലേക്ക്, കേപ്പ് ടൗണിൻ്റെ കത്തീഡ്രൽ പള്ളിയിലേക്കാണ് പോവുക. 3 കിലോമീറ്ററാണ് സഞ്ചരിക്കുക. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ജൂബിലി വർഷമായിട്ട് ആചരിക്കുമ്പോൾ ഇത് വലിയ ഒരു സന്ദേശമാണ് ഇവിടെയുള്ള എല്ലാവർക്കും നമ്മൾ പ്രദാനം ചെയ്യുക. കാരണം നമ്മുടെ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ ജൂബിലി വർഷമായിട്ട് ഡിക്ലെയർ ചെയ്ത് ഈ മാസം അവസാനം നമ്മൾ ജൂബിലി ദിവസം, ജൂബിലി വർഷം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയായിട്ട് ഈ ഒരു യൂക്കറിസ്റ്റിക് പ്രദക്ഷിണം തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുകയും ഇതിന് പ്രത്യേകമായിട്ട് നേതൃത്വം കൊടുക്കുന്ന കത്തീഡ്രൽ പള്ളിയിലെ വികാരി റോബർട്ട് ബിസലാണ്. അതുപോലെ തന്നെ കേപ്പ് ടൗൺ അതിരൂപതയുടെ ഓക്സിലറി ബിഷപ്പും ഇവിടെ സന്നിഹിതനാണ്. അതുപോലെ തന്നെ ധാരാളം വൈദികർ, അതുപോലെ തന്നെ മതാധ്യാപകർ തുടങ്ങിയവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു. ഇത് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഇത് കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ചേർന്ന് അവിടെ അവസാനിക്കുകയും അവിടെ നിന്ന് സമാപന ആശീർവാദം നൽകുകയും സമാപന ആശീർവാദം സ്വീകരിച്ച് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ് ഇവിടെ നടക്കുക. ഇപ്പോൾ ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ് ആണ് നടക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെല്ലാം ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുക. നമ്മളിപ്പോൾ കേപ്പ് ടൗൺ കത്തീഡ്രൽ പള്ളിയുടെ മുമ്പിലാണ്. നമ്മുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം, മഹാജൂബിലിയോടനുബന്ധിച്ചുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇപ്പോൾ തന്നെ കത്തീഡ്രലിൽ എത്തിച്ചേരുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ധാരാളം ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ കത്തീഡ്രൽ പള്ളി ഡിസ്ട്രിക്ട് 6 തുടങ്ങി കത്തീഡ്രൽ പള്ളി വരെ ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്താണ് ഇതിൽ ഈ യൂക്കറിസ്റ്റി പ്രൊസഷൻ നടന്നത്. ധാരാളം ആളുകൾ, കുട്ടികൾ, പ്രായം ചെന്നവർ തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ യൂക്കറിസ്റ്റി പ്രൊസഷന് നേതൃത്വം കൊടുക്കുന്നത് കത്തീഡ്രൽ വികാരി റോബർട്ട് ബിസ്തലാണ്. അതുപോലെ തന്നെ ധാരാളം വൈദികരുണ്ട്, ധാരാളം ജനങ്ങളുണ്ട്. ഇത് വളരെ ചൂട് നിറഞ്ഞ ഒരു ദിവസമാണെങ്കിലും ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി മൂലം ധാരാളം ആളുകൾ ഇതിന് പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. മഹാജൂബിലിയുടെ സമാപനം വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, വൈദികർ എല്ലാം ഇതിന് നേതൃത്വം കൊടുത്തു. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിട്ട് ഈ ജൂബിലിയുടെ സമാപനം ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലൂടെ സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ ഇപ്പോൾ സമാപനം കുറിക്കുകയാണ്. ധാരാളം ആളുകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും ഈശോയുടെ റിയൽ പ്രസൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേപ്പ് ടൗണിലെ ഡിസ്ട്രിക്ട് 6 ഡിസ്ട്രിക്ട് 6 നിന്ന് മഹാജൂബിലിയുടെ സമാപനത്തിൻ്റെ ഭാഗമായിട്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത്. ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുന്നത് കേപ്പ് ടൗൺ ആർച്ച് ഡയസിസിൻ്റെ ഓക്സിലറി ബിഷപ്പ് സിൽവസ്റ്റർ ആണ്. അതുപോലെ തന്നെ കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ റോബർട്ട് ബിസൽ,
നിങ്ങൾ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ട് ഭക്തിപൂർവമാണ് ആൾക്കാർ ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും തന്നെ പ്രാർത്ഥനാപൂർവമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ് അല്ലെങ്കിൽ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടാണ് എല്ലാവരും ഇവിടെ നിന്ന് ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ധാരാളം ആളുകൾ ഇപ്പോൾ കത്തീഡ്രലിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് മഹാജൂബിലിയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദക്ഷിണം തീരുമ്പോഴേക്കും ഈശോയുടെ വലിയ കൃപയും അനുഗ്രഹവും കേപ്പ് ടൗൺ ആർച്ച് ഡയസിസിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ജനത്തിനെല്ലാം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് വീൽ ചെയറിൽ ഒരു സഹോദരി ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ നമുക്ക് കാണാം ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവരുണ്ട്, കുട്ടികളെ എടുത്തു പിടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ബാനറുകളെല്ലാം കയ്യിലേന്തിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ ഏറ്റവും പാരമ്യതയിൽ ഈ ദിവ്യകാരുണ്യ പ്രദർശനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ എല്ലാവർക്കും തന്നെ ഒരു സാക്ഷ്യമായിട്ട് ഇത് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കേപ്പ് ടൗണിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ആളുകളുണ്ട്. വെളുത്ത ആളുകളുണ്ട്, വെള്ളക്കാരെന്ന് പറയും, അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാർ, പിന്നെയുള്ളത് കളേർഡ്. അവർ ഏകദേശം നമ്മുടെ കളറൊക്കെ ഇന്ത്യക്കാരുടെ പോലെ ഇരിക്കും. അങ്ങനെ എല്ലാവരും ഒന്നും ചേർന്ന് ഒരു വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാപൂർവം ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ പങ്കെടുക്കാം. ഗുഡ്നെസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ ഫാദർ സിജു പെട്ടപ്പുഴയോടൊപ്പം ഫാദർ സുബീഷ് കളപ്പുരയ്ക്ക്.